നമസ്കാരം. ഇന്ന് പിയോഗേറ്റ് പാർട്ട് 1 ഭാഗമായിട്ടുള്ള പോക്സ് ബോക്സ് ആൻഡ് പോസ്റ്റ് ബാഗ്സിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുക വഴി പോക്സ് ബോക്സ് ആൻഡ് പോസ്റ്റ് ബാഗ് എന്ന സെക്ഷൻ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ പീരീഡ് ഓഫ് റെൻ്റൽ ഓഫ് എ പോസ്റ്റ് ബോക്സ് കമൻസസ് ഫ്രം. ഉത്തരം, ദ ഫസ്റ്റ് ഡേ ഓഫ് മന്ത് ഇൻ വിച്ച് ദ പോസ്റ്റ് ബോക്സ് ഇസ് അലോട്ടഡ്. അതായത് ഒരു പോസ്റ്റ് ബോക്സ് റെൻറ്റിലെടുക്കുമ്പോഴത്തേക്കും ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ഫേം റെൻറ്റിനെടുക്കുമ്പോഴത്തേക്കും ആ കാലയളവ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോൾ തൊട്ടാണ്? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ദ മന്ത് ഇൻ വിച്ച് ദ പോസ്റ്റ് ബോക്സ് ഇസ് അലോട്ടഡ്. അതായത് ആ പോസ്റ്റ് ബോക്സ് എപ്പം വാടകയ്ക്ക് എടുക്കുന്നു. ഇപ്പോൾ ജനുവരി 26-നാണ് വാടകയ്ക്ക് എടുക്കുന്നത്, പക്ഷേ അതിൻ്റെ കാലയളവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 1 തൊട്ടാണ്. ഏത് മാസമാണ് അത് റെൻറ്റിനെടുക്കുന്നത്, അതിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ടാണ് അതിൻ്റെ കാലാവധി കണക്ക് കൂട്ടപ്പെടുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് റെൻ്റൽ ദ ലോക്ക് ഈസ് ലോസ് ബൈ ദ റെൻഡർ ഓർ നോട്ട് ഇൻ വർക്കിംഗ് കണ്ടീഷൻ ഇറ്റ് വിൽ ബി ഒബ്ലിഗേറ്ററി ഓൺ ദ പാർട്ട് ഓഫ് ദ റെൻഡർ ടു. ഉത്തരം, ക്രെഡിറ്റ് ദ കോസ്റ്റ് ഓഫ് ബോത്ത് ദ ലോക്ക് ആൻഡ് കീ. അതായത് നമ്മൾ പോക്സ് ബോക്സ് റെൻറ്റിനെടുത്ത്, അപ്പം ഈ ലോക്ക്, കീ, ബോക്സ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ആ റെൻഡറിനാണ്, വാടകയ്ക്ക് എടുത്ത ആൾക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വാടകയ്ക്ക് എടുത്ത് അങ്ങനെയുള്ള പീരീഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ദ ലോക്ക് ഈസ് ലോസ്റ്റ് ബൈ ദ റെൻഡർ, ലോക്ക് നഷ്ടപ്പെട്ടു. ഓർ നോട്ട് ഇൻ വർക്കിംഗ് കണ്ടീഷൻ, അല്ലെങ്കിൽ ആ ലോക്ക് വർക്കിംഗ് കണ്ടീഷൻ അല്ല. അങ്ങനെയുള്ള സമയത്ത് റെൻഡറിൻ്റെ ഭാഗത്ത് എന്ത് നടപടിയാണ് വേണ്ടത്? ഉത്തരം, ദ ക്രെഡിറ്റ് ഓഫ് ദ ബോത്ത് ലോക്ക് ആൻഡ് കീ. അപ്പോൾ ആ ലോക്കിൻ്റെയും കീയുടെയും കോസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അയാൾ ചെയ്യേണ്ടത്. കാരണം ലോക്ക് പുതിയത് മാറുമ്പോഴത്തേക്കും കീ മാറണമല്ലോ, അതുകൊണ്ട് കീ പ്ലസ് ലോക്ക് ഇവിടെ കോസ്റ്റ് അയാൾ കൊടുക്കണം. പിന്നെ വാട്ട് ഷുഡ് ബി എ റെൻഡർ ഡു ഇഫ് ഹീ ഹാസ് ടു റിസീവ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെയിൽ വിച്ച് കനോട്ട് ബി കൺവീനിയൻ്റ്ലി പുട്ട് ഇൻ ടു ദ പോസ്റ്റ് ബോക്സ്. അതായത് ഒരാൾക്ക്, ഒരു റെൻഡറിന് ഒരുപാട് ലെറ്ററുകൾ, ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെയിൽ വരുന്നുണ്ട് ആ പോക്സ് ബോക്സിലോട്ട് ഇടാൻ. പക്ഷേ ആ പോക്സ് ബോക്സിൽ അയാൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന പോക്സ് ബോക്സിൽ തികയാത്ത രീതിയിലുള്ള ക്വാണ്ടിറ്റി ഓഫ് മെയിൽസ് അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പം അവിടെ ഉത്തരം എന്ന് പറയുന്നത്, മേ റെൻ്റ് ആൻ അഡീഷണൽ പോക്സ് ബോക്സ് വിത്ത് ദ സെയിം പോസ്റ്റ് ബോക്സ് നമ്പർ. സെയിം പോസ്റ്റ് ബോക്സ് നമ്പറിലുള്ള വേറൊരു അഡീഷണൽ പോക്സ് ബോക്സ് കൂടി റെൻറ്റ് ചെയ്യുമെന്നാണ് ഉത്തരം. ദ പീരീഡ് ഓഫ് റിന്യൂവൽ ഓഫ് റെൻ്റൽ കമൻസസ് ഫ്രം ദ ഡാഷ് ഡേ ഓഫ് ദ മന്ത് ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് ദ പീരീഡ് ഓഫ് പ്രീവിയസ് റെൻ്റൽ. ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് എന്നാണ്. ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് ദ പീരീഡ് ഓഫ് പ്രീവിയസ് റെൻ്റൽ. അതായത് ഈ ഒരു പോക്സ് ബോക്സ് നമ്മൾ ഓൺ ചെയ്തു, അല്ല വാടകയ്ക്ക് എടുത്തു, കുറച്ച് കാലയളവിലേക്ക്. അപ്പോൾ ആ ഒരു കാലയളവ് കഴിഞ്ഞിട്ട്, ആ കാലയളവ് തീരുന്നതിന് മുമ്പിട്ട് അത് റിന്യൂവലിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കണം നമ്മൾ. ഈ പോക്സ് ബോക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ലൈഫ് ലോങ് അങ്ങ് വാടകയ്ക്ക് എടുക്കുമല്ലോ, അത് ഇങ്ങനെ ഒരു കാലയളവിലേക്കാണ്, അത് പിന്നീട് നമ്മൾ റിന്യൂ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ റിന്യൂവൽ എന്ന് പറയുന്നത് ഈ പോക്സ് ബോക്സ് ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പോരുത് അതിൻ്റെ റിന്യൂവൽ ചെല്ലേണ്ടത്. ആ റിന്യൂവലിന് മുമ്പിട്ട് തന്നെ നമ്മൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പിട്ട് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ചെല്ലണം. ഗ്രേസ് പീരീഡ് ഇല്ല. ഒരു 15 ദിവസത്തെ സാവകാശം കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ 15 ദിവസത്തെ സാവകാശം എന്ന് പറയുന്നത് ചിലപ്പം ആ പോക്സ് ബോക്സ് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആ 15 ഈ പോക്സ് ബോക്സ് റെൻറ്റിനെടുത്ത് അതിൻ്റെ കാലാവധി തീർന്ന് ഒരു 15 ദിവസം കൂടെ നമ്മൾ കൊടുക്കും, ഒരു സാവകാശ പീരീഡ്. ആ സമയത്ത് ആ റെൻഡറിൽ നിന്ന് പറയാം, റീസണബിൾ ഒരു കാരണമൊക്കെ പറഞ്ഞിട്ടെങ്കിൽ ഇതുകൊണ്ടാണ് എനിക്ക് അത് റിന്യൂവൽ ചെയ്യാൻ പറ്റാഞ്ഞത് എന്നൊക്കെ ഒരു സഫീഷ്യൻറ്റ് റീസൺ പറഞ്ഞിട്ടൊക്കെ പോസ്റ്റ് ബോക്സിനൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷേ ചിലപ്പോൾ മേ ബി ആ പോക്സ് ബോക്സ് വേറെ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു ആ റെൻഡറിൻ്റെ. അപ്പോൾ ചിലപ്പം ആ ഒരു 15 ദിവസത്തിനുള്ളിൽ അങ്ങേര് കൊണ്ട് ആപ്ലിക്കേഷൻ തരുമ്പോഴത്തേക്കും വിത്ത് സഫീഷ്യൻറ്റ് റീസൺ ചിലപ്പോൾ ആ പോസ്റ്റ് ബോക്സ് വേറെ ആൾക്ക് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കപ്പെടാം. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതാണ് ഈ ഒരു ചോദ്യത്തിന് ആസ്പദമായിട്ട് പറയേണ്ടത്. അടുത്തത്, റെൻറ്റ് ഫോർ പോക്സ് ബോക്സ് ഓർ പോസ്റ്റ് ബാഗ് ഇൻ എ ക്വാർട്ടർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനെ ചോദിക്കും. ഈ പോക്സ് ബോക്സ് മാത്രമായിട്ട് ഇത്ര കാലയളവിലേക്ക് എത്ര, പോക്സ് ബോക്സും പോസ്റ്റ് ബാഗും കൂടെ കൂട്ടിയിട്ട് ഇത്ര കാലയളവിലേക്ക് എത്ര റെൻ്റാണെന്നൊക്കെ ചോദിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പോസ്റ്റ് ബോക്സ് അല്ലെങ്കിൽ പോസ്റ്റ് ബാഗിനെ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 3 മാസം.
3 മാസത്തേക്ക് പോസ്റ്റ് ബോക്സിനോ പോസ്റ്റ് ബാഗിനോ 50 രൂപയാണ് ചാർജ് നമ്മൾ ഈടാക്കുന്നത്. പിന്നെ ഇൻഷ്യൂർഡ് registered insured VP articles and also money orders addressed or payable to the particular person or firm in whose name the post box stands registered with the post box number on the article or MO will be delivered or paid through. അതായത് ഒരാൾ പോസ്റ്റ് ബോക്സ് റെൻറ്റിനടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാളുടെ പേരിൽ വരുന്ന പോസ്റ്റ് ബോക്സ് വെച്ചിട്ട് അതിൽ വരുന്ന ഈ രജിസ്റ്റേർഡ് ഇൻഷുർഡ് VP മണി ഓർഡർ ഇതൊക്കെ ആര് വഴിയാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അതൊരിക്കലും ഈ രജിസ്റ്റേർഡും ഇൻഷുർഡും VPയും മണി ഓർഡറൊന്നും ഒരിക്കലും പോസ്റ്റ് ബോക്സിലൂടെ നമ്മൾ ഡെലിവറി ചെയ്യില്ല. അയാൾ പോസ്റ്റ് ബോക്സ് റെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ആ പോസ്റ്റ് ബോക്സ് വെച്ചിട്ടാണ് ഇതൊക്കെ വരുന്നതെങ്കിലും അതൊക്കെ പോസ്റ്റ് വഴിയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. ഈ പോസ്റ്റ് ബോക്സ് വഴി എന്താ കൊടുക്കും എന്നുള്ളത് ഇപ്പോൾ രജിസ്റ്റേർഡ് ഇൻഷുർഡ് MO ഒന്നും പോസ്റ്റ് ബോക്സ് വഴി കൊടുക്കില്ല. അത് പോസ്റ്റ് വഴിയാണ് കൊടുക്കുന്നത്. എന്താ കൊടുക്കും എന്നുള്ളത് ഇപ്പോൾ നമ്മൾ തുടർന്ന് പറയുന്നുണ്ട്. എന്താണ് പോസ്റ്റ് ബോക്സ് വഴി നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ഓപ്പൺ ടു ദ റെൻഡർ ടു ക്ലിയർ ഹിസ് പോസ്റ്റ് ബോക്സ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ബിസിനസ് അവേഴ്സ് ബട്ട് പോസ്റ്റ് മാസ്റ്റർ മേ പ്രൊഹിബിറ്റ് ദ ക്ലിയറൻസ് ഓഫ് ദ പോസ്റ്റ് ബോക്സ് for any period not exceeding hour before each delivery for the purpose of the facilitating the sorting of mails. അതായത് ഈ പോസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ റെൻഡറിന് ഏത് സമയവും ആ പോസ്റ്റ് ഓഫീസിൻ്റെ ബിസിനസ് അവേഴ്സിൽ ഏത് സമയവും വന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ബോക്സ് തുറന്ന് അതിലൂടെ അദ്ദേഹത്തിൻ്റെ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് കളക്ട് ചെയ്തുകൊണ്ട് പോവാം. പക്ഷേ ചില കേസിൽ പോസ്റ്റ് മാസ്റ്റർക്ക് ഒരു ഹാഫ് ആൻ അവർ ഉത്തരവാദമാണ്. ഹാഫ് ആൻ അവർ എത്ര സമയം അയാളെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാഫ് ആൻ അവർ എന്നാണ് ഉത്തരം. എപ്പോൾ വേണമെങ്കിലും രണ്ടെണ്ണം വന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ബോക്സ് തുറന്ന് ആർട്ടിക്കിൾസ് കൊണ്ടുപോകും. പക്ഷേ ചില കേസിൽ പോസ്റ്റ് മാസ്റ്റർക്ക് അദ്ദേഹത്തിന് ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യിപ്പിക്കാനുള്ള അധികാരമുണ്ട്. അതെന്തിനാണ് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മെയിലൊക്കെ രാവിലെ മെയിൽ വന്നതേ ഉള്ളൂ, അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് സോർട്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു പ്രത്യേക പോസ്റ്റ് ബോക്സിലോട്ട് ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ആ പോസ്റ്റ് ബോക്സിലോട്ട് അതൊക്കെ സോർട്ട് ചെയ്തിടണ്ടേ. അതിനുമുമ്പേ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആർട്ടിക്കിൾസ് തുറന്നു കൊടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് വന്ന മെയിൽസിൻ്റെ കാര്യം എന്താവും. അപ്പോൾ ആ ഒരു സോർട്ട് ചെയ്യുന്നതിനും അതാത് ബോക്സിലൊക്കെ പറക്കി വെക്കുന്നതിനുള്ള ടൈമാണ് ഈ ഹാഫ് ആൻ അവർ. അല്ല ചുമ്മാതെ പോസ്റ്റ് മാസ്റ്റർക്ക് ഒരു അഹങ്കാരം കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതല്ല എന്നർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ റെൻഡർ ഓഫ് പോസ്റ്റ് ബോക്സ് ഡിസൈഡ്സ് ക്യാൻ ഗെറ്റ് ഡെലിവറി ഓഫ് ദ പോസ്റ്റൽ ആർട്ടിക്കിൾസ് അഡ്രസ്ഡ് ടു അതർ അലീഡ് കൺസേൺ ഓഫ് വിച്ച് ഹി ഹാപ്പൻസ് ടു ബി ദ പ്രൊപ്പറേറ്റർ ഓർ ഏജൻറ്റ് ത്രൂ ദ പേഴ്സണൽ പോസ്റ്റ് ബോക്സ് ഉത്തരം ഓൺ പേയ്മെൻറ്റ് ഓഫ് എ സെപ്പറേറ്റ് ഫീ എന്നാണ്. അതായത് ഇപ്പോൾ ഒരു പോസ്റ്റ് ബോക്സിന് റെൻഡർ ആഗ്രഹിക്കുകയാണ് ടു ഗെറ്റ് ഡെലിവറി ഓഫ് ദ പോസ്റ്റൽ ആർട്ടിക്കിൾസ് അഡ്രസ് ടു ദ അതർ, അദ്ദേഹത്തിൻ്റെ സഹോദര സ്ഥാപനങ്ങൾക്ക്. ഇപ്പോൾ ഒരാൾക്ക് ഒരു പോസ്റ്റ് ബോക്സിന് റെൻഡറിന് അതായത് സഹോദര സ്ഥാപനങ്ങളുണ്ട് കുറേ. അപ്പോൾ ആ ഒരു സഹോദര സ്ഥാപനങ്ങൾക്ക് വരുന്ന ആർട്ടിക്കിളുകളും ഈ പോസ്റ്റ് ബോക്സിലൂടെ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, എന്ത്? ഓൺ പേയ്മെൻറ്റ് ഓഫ് എ സെപ്പറേറ്റ് ഫീ എന്നാണ് എൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, റെൻറ്റ് ഫോർ പോസ്റ്റ് ബോക്സ് ആൻഡ് പോസ്റ്റ് ബാഗ് ടുഗദർ ഇൻ എ ക്വാർട്ടർ. പോസ്റ്റ് ബോക്സ് ആൻഡ് പോസ്റ്റ് ബാഗ്, പോസ്റ്റ് ബോക്സും പോസ്റ്റ് ബാഗും കൂടി ചേർന്ന് 3 മാസത്തേക്ക് എത്ര റെൻറ്റ്? 80 എന്നാണ് ഉത്തരം. പോസ്റ്റ് ബാഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ബോക്സ് എന്തോ അത് കുറേ വരുന്നുണ്ട്. എന്നാലും പോസ്റ്റ് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഗ് സങ്കല്പിക്കുക. അതിനകത്ത് ഒരു ലോക്കുണ്ട്, കീ ഉണ്ട്. ആ ഒരു കീ നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ കയ്യിൽ ഒരു കീ ഉണ്ടാവും, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാവും, അതിൻ്റെ ഓൺ ചെയ്തിരിക്കുന്ന ആളുടെ കയ്യിലും ഉണ്ടാവും. നമ്മൾ ആ ബാഗ് എടുക്കുന്നു, അതിനകത്ത് ആർട്ടിക്കിൾസ് ഇടുന്നു, ലോക്ക് ചെയ്യുന്നു, ആ റെൻഡർക്ക് കൊടുക്കുന്നു, റെൻഡർ കൊണ്ടുപോകുന്നു, അദ്ദേഹത്തിൻ്റെ കീ ഇട്ട് അത് തുറക്കുന്നു, ആർട്ടിക്കിൾസ് എടുക്കുന്നു. അതാണ് സിംപ്ലി പോസ്റ്റ് ബാഗ്. അതിൻ്റെ ഈ കണ്ടീഷൻസ് എല്ലാം ഈ പോസ്റ്റ് ബോക്സിന് തുല്യമാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും അതിൻ്റെ വെരിഫിക്കേഷനും എല്ലാം ഈ പോസ്റ്റ് ബോക്സിന് തുല്യമാണ് പോസ്റ്റ് ബാഗിൻ്റെ. പക്ഷേ പോസ്റ്റ് ബാഗ് എന്ന് പറയുന്നത് അതിൻ്റെ സൗകര്യം എല്ലാ ഡെലിവറി പോസ്റ്റ് ഓഫീസിലും ഉണ്ടെന്നുള്ളതാണ്.
എല്ലാ ഡെലിവറി പോസ്റ്റ് ഓഫീസിലും പോസ്റ്റ് ബാഗ് സൗകര്യമുണ്ട്. പോസ്റ്റ് ബോക്സ് സൗകര്യം അങ്ങനെ എല്ലായിടത്തും ഇല്ല. അത് HOC ഹെഡ് ഓഫ് ദ സർക്കിൾ ഓതറൈസ് ചെയ്യപ്പെടുന്ന സർട്ടൻ പോസ്റ്റ് ഓഫീസിൽ മാത്രമേ പോസ്റ്റ് ബോക്സ് സൗകര്യമുള്ളൂ. പോസ്റ്റ് ബാഗ് സൗകര്യം എല്ലാ ഡെലിവറി പോസ്റ്റ് ഓഫീസിലും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പോസ്റ്റ് ബോക്സ് പ്ലസ് പോസ്റ്റ് ബാഗ് ഒരു ക്വാർട്ടറിലേക്ക് 80 രൂപ എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ തന്നെ, പോസ്റ്റ് ബോക്സ് ഈസ് നോ ലോങ്ങർ റിക്വയർഡ് ബൈ എ റെൻഡർ, ഹീ ഈസ് റിക്വയർഡ് ടു സറണ്ടർ ഡാഷ്. അതായത് ഒരാൾ ഒരു പോസ്റ്റ് ബോക്സ് വാടകയ്ക്ക് എടുത്തു, പക്ഷേ അയാൾക്ക് ഇനി വേണ്ട, മതി, കുറച്ച് നാളത്തേക്ക് ഉപയോഗിച്ചു മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് സറണ്ടർ ചെയ്യണം? എന്തായിരിക്കും സറണ്ടർ ചെയ്യേണ്ടത്? പോസ്റ്റ് ബോക്സ് ആയിരിക്കത്തില്ല. പോസ്റ്റ് ഓഫീസിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതൊരിക്കലും സറണ്ടർ ചെയ്യേണ്ടി വരത്തില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്താണുള്ളത്? ലോക്കുണ്ട്, കീ ഉണ്ട്. അതുകൊണ്ട് ലോക്കും കീയും സറണ്ടർ ചെയ്യണമെന്നാണ് ഉത്തരം. അടുത്തത്, an application received within days after the expiry of the period accompanied by the amount representing the rental for a further period may be entertained if the application reached the postmaster late on account of circumstances beyond his control 15 days. അതായത് നേരത്തെ പറഞ്ഞതാണ്. അതായത് ഒരു ബോക്സിൻ്റെ പീരീഡ് കഴിഞ്ഞു, റെൻറ്റിനെടുത്തിരിക്കുന്ന ആ ഒരു പീരീഡ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എത്ര ദിവസമാണ് സഫീഷ്യൻറ്റ് റീസൺ കൂടെ റിന്യൂവലിന് കൊണ്ടുവരേണ്ടത്? ഒരു സാവകാശമല്ല, എന്നാൽ ഒരു എക്സ്ക്യൂസ് കൊടുത്തിരിക്കുന്ന എത്ര ദിവസത്തേക്കാണ്? അതിന് ഉത്തരം 15 ഡേയ്സ് എന്നാണ്. 15 ഡേയ്സ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ദ റെൻ്റൽ പീരീഡ് ഓഫ് ദ പോസ്റ്റ് ബോക്സ്. അടുത്തത്, പോസ്റ്റ് ബാഗ് ഫെസിലിറ്റീസ് അവൈലബിൾ അറ്റ്, ഉത്തരം ആൾ ഡെലിവറി പോസ്റ്റ് ഓഫീസ് എന്നാണ്, നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അടുത്തത്, വാട്ട് ആർ ദ എക്സ്ട്രാ ചാർജസ് ടു പേ ബൈ ദ റെൻഡർ ഫോർ ന്യൂ ലോക്ക് ഓർ ബോത്ത് ലോക്ക് ആൻഡ് കീ ഇഫ് ദ സപ്ലൈയിങ് ഫേം ഓർ എ ബ്രാഞ്ച് thereof ഈസ് നോട്ട് അറ്റ് ദ സെയിം സ്റ്റേഷൻ. അതായത് എന്തൊക്കെയാണ് എക്സ്ട്രാ ചാർജുകൾ കൊടുക്കേണ്ടത് ബൈ ദ റെൻഡർ പുതിയ ലോക്കിനും അല്ലെങ്കിൽ ലോക്കിനും കീനും ഇഫ് ദ സപ്ലൈയിങ് ഫേം ഓർ എ ബ്രാഞ്ച് ഓഫ് ഈസ് നോട്ട് അറ്റ് ദ സെയിം സ്റ്റേഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് എക്സ്ട്രാ ചാർജസ് വരുന്നത്? പോസ്റ്റേജ് ചാർജ് ഫോർ സെൻഡിങ് ദ ലോക്ക് ഓർ ബോത്ത് ലോക്ക് ആൻഡ് കീ ആൻഡ് മണി ഓർഡർ കമ്മീഷൻ ചാർജ് ഫോർ സെൻഡിങ് ദ എമൗണ്ട് ടു ദ ഫേം ബൈ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റേജ് ചാർജ്, അതായത് ആ അല്ലെങ്കിൽ ലോക്കും കീയും കൂടെ സെൻഡ് ചെയ്യാനുള്ള പോസ്റ്റേജ് ചാർജ് പ്ലസ് മണി ഓർഡർ കമ്മീഷൻ ചാർജ് ഫോർ സെൻഡിങ് ദ എമൗണ്ട് ടു ദ ഫേം ബൈ പോസ്റ്റ് ഓഫീസ്. മണി ഓർഡർ കമ്മീഷനോട് നമ്മൾ കൊടുക്കണം. നമ്മളല്ല, ആ ഫേം. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ദ ആർട്ടിക്കിൾസ് ഓഫ് എ പോസ്റ്റ് ബോക്സ് ആർ നോട്ട് ക്ലിയർഡ് ബൈ ദ റെൻഡർ ഫോർ എ വീക്ക് ആൻഡ് ഈവൻ ആഫ്റ്റർ എ നോട്ടീസ് ബൈ പോസ്റ്റ് മാസ്റ്റർ, if the articles bear the address of the render they will be delivered. അതായത് ആർട്ടിക്കിൾസ് ബോക്സിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഒരാഴ്ചയായിട്ട് ആ ഒരു ബോക്സ് ക്ലിയർ ചെയ്യുന്നില്ല, ആ റെൻഡർ വന്ന് ക്ലിയർ ചെയ്യുന്നില്ല. ആൻഡ് ഈവൻ ആഫ്റ്റർ എ നോട്ടീസ് ബൈ ദ പോസ്റ്റ് മാസ്റ്റർ ഇഫ് ദ അതായത് അങ്ങനെ ഒരാൾ പോസ്റ്റ് ബോക്സ് ഓൺ ചെയ്ത് അതിനകത്ത് ആർട്ടിക്കിൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം വന്ന് ക്ലിയർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് പോസ്റ്റ് മാസ്റ്റർ അദ്ദേഹത്തിന് രജിസ്റ്റേർഡ് നോട്ടീസ് അയക്കും. ഇങ്ങനെ പോസ്റ്റ് ബോക്സ് നിങ്ങൾ തുറക്കുന്നില്ല, ഒരാഴ്ചയായിട്ട് ക്ലിയർ ചെയ്തിട്ടില്ല. ഇങ്ങനെ രജിസ്റ്റർ അയച്ച ശേഷം അദ്ദേഹം ബോക്സ് ക്ലിയർ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. അപ്പം അത് പോസ്റ്റ്മാൻ്റെ വഴി കൊടുത്തു വിടും എന്നാണ് എൻ്റെ ഉത്തരം. അങ്ങനെ പോസ്റ്റ്മാൻ്റെ വഴി കൊടുത്തു വിടുമ്പോഴേ, അപ്പോൾ ആലോചിച്ചോക്കെ, അയാൾ പോസ്റ്റ് ബോക്സ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ബോക്സിലോട്ട് ആർട്ടിക്കിൾ വരുന്നുണ്ട്, ഇയാൾ ഒരാഴ്ചയായിട്ടും തുറക്കുന്നില്ല. അപ്പം നമ്മൾ രജിസ്റ്റേർഡ് അയച്ച് പിന്നെയും അയാൾ തുറക്കുന്നില്ല, പിന്നെ പോസ്റ്റ്മാൻ്റെ വഴി കൊടുത്തു വിട്ട്. അപ്പോൾ ആലോചിച്ചോക്കെ എന്തൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് പോസ്റ്റ് ഓഫീസിന്. അപ്പോൾ ഇങ്ങനെ ഇത് കുറേ നാൾ ആവർത്തിച്ച് കഴിഞ്ഞാൽ അത് മിസ്യൂസ് ഓഫ് ദ പോസ്റ്റ് ബോക്സ് ആയിട്ട് കണക്കാക്കിയിട്ട് അത് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ല ചുമ്മാ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കത്തില്ല. രജിസ്റ്റേർഡ് അയച്ച് പോസ്റ്റാൻ്റെ കൊടുത്തിട്ട്, മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം, റെൻറ്റ് ഫോർ എ പോസ്റ്റ് ബോക്സ് ഓർ പോസ്റ്റ് ബാഗ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. അതായത് പോസ്റ്റ് ബാഗിനോ ഒരു വർഷത്തേക്ക് എത്ര റെൻറ്റ്? 150. അപ്പം നമ്മളിങ്ങനെയുള്ള ചോദ്യം മുന്നേ ശ്രദ്ധിക്കണം. യോറും ആൻഡും തിരിഞ്ഞു പോകും. ബോക്സ് ആൻഡ് പോസ്റ്റ് ബാഗ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ബോക്സിനും പ്ലസ് പോസ്റ്റ് ബാഗിനും കൂടെ. അപ്പോൾ മറ്റേ ബോക്സ് ഓർ പോസ്റ്റ് ബാഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വർഷത്തേക്കുള്ള പോസ്റ്റ് ബോക്സിനോ ഒരു വർഷത്തേക്കുള്ള പോസ്റ്റ് ബാഗിനോ എത്രയാണെന്നുള്ളത്. അപ്പോൾ 150 എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇൻ ദ ഈവൻ്റ് ഓഫ് റെൻഡർ
of a post box changing his business address or shifting his office to another place, he should invariably inform the postmaster of the change within. അതായത് ഒരാൾ പോസ്റ്റ് ബോക്സ് റെൻ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ബിസിനസ് അഡ്രസ്സ് ഷിഫ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുകയാണ് വേറെ സ്ഥലത്തേക്ക്. അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹം അത് പെട്ടെന്ന് തന്നെ പോസ്റ്റ് മാസ്റ്ററെ അറിയിക്കണം. അപ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം 7 days എന്നാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് ദ ലോക്ക് ആൻഡ് കീ ആർ നോട്ട് സറണ്ടേർഡ് ബൈ ദ റെൻഡർ ടു ദ പോസ്റ്റ് മാസ്റ്റർ within dash days of the expiry of the period of rent or the renting of the box is not renewed within the aforesaid period, the deposit will be forfeited. അതായത് ലോക്ക് ആൻഡ് കീ, അതായത് നമ്മളൊരു ഡെപ്പോസിറ്റ് എമൗണ്ട് എപ്പോഴും കെട്ടി വെക്കണം ഈ പോസ്റ്റ് ബോക്സ് റെൻ്റ് എടുക്കുമ്പോഴത്തേക്ക്. കാരണം ലോക്കും കീയൊക്കെ നമ്മളങ്ങോട്ട് കൊടുത്തു വിടില്ല അങ്ങനെ കയ്യിൽ. അതിന് വല്ല കേടുപാടും സംഭവിച്ചാൽ നമുക്കതിനകത്ത് പിടിക്കാനാണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ലോക്ക് ആൻഡ് കീ നോട്ട് സറണ്ടേർഡ് വിത്തിൻ ബൈ ദ റെൻഡർ ടു ദ പോസ്റ്റ് മാസ്റ്റർ വിത്തിൻ ഡാഷ് ഡേയ്സ് ഓഫ് 15 ദിവസത്തിനുള്ളിൽ ആ ലോക്കും കീയും സറണ്ടർ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡെപ്പോസിറ്റ് കണ്ടുകെട്ടപ്പെടും, ഫോർഫീറ്റഡ്. അപ്പോൾ ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്. 15 ദിവസമാണ് ഉത്തരം. കണ്ടുകെട്ടുന്ന അതിനുള്ളിൽ സറണ്ടർ ചെയ്തില്ലെങ്കിൽ കണ്ടുകെട്ടുമെന്നാണ് സിമ്പിളി പറഞ്ഞിരിക്കുന്നത്. ബാക്കിയില്ലെങ്കിൽ നമ്മളെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഓൾ സെൻറ്റൻസുകളാണ്. ഓക്കെ. അടുത്തത് പോക്സ് ബോക്സ് ഫെസിലിറ്റി അവൈലബിൾ അറ്റ്, അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഈ പോക്സ് സൗകര്യം എവിടെയൊക്കെയാണുള്ളത് എന്ന് ചോദിച്ചാൽ സർട്ടൻ പോസ്റ്റ് ഓഫീസസ് as may be determined by the HOC നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ചില ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് ഓഫീസുകളിൽ. അടുത്ത റെൻ ഫോർ പോസ്റ്റ് ബോക്സ് ആൻഡ് പോക്സ് ബാഗ് ടുഗദർ ഇൻ എ ഫിനാൻഷ്യൽ ഇയർ, അതായത് പോക്സ് ബോക്സും പോക്സ് ബാഗും കൂടി ഒരു വർഷത്തേക്ക് എത്ര 250. പിന്നെ when a renter is unable to clear his post box on account of the loss of the key or otherwise, postal articles addressed to the post box will be delivered to him at the counter. അതായത് ഒരു റെൻഡറിന് ബോക്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, ഏതൊക്കെ സാഹചര്യത്തിൽ കീ നഷ്ടപ്പെടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, കീ നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കൗണ്ടർ വഴി ആ ആർട്ടിക്കിൾസ് ഡെലിവറി ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഇഫ് ദ റെൻഡർ ഓഫ് എ പോസ്റ്റ് ബോക്സ് ഡസ് നോട്ട് ക്ലിയർ it for a week, a notice required him to clear it will be sent by the postmaster by, നേരത്തെ പറഞ്ഞാണ് നമ്മളെങ്ങനെ ഇപ്പോൾ ബോക്സ് അദ്ദേഹം ഒന്നും ക്ലിയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് അയക്കുന്നത്? രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടുള്ള നോട്ടീസാണ് അയക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ദ ലോക്ക് ആൻഡ് കീ അറ്റ് ദ ടൈം ഓഫ് സറണ്ടർ ആർ നോട്ട് ഇൻ വർക്കിംഗ് കണ്ടീഷൻ, ഹൗ മച്ച് റീഫണ്ട് വിൽ ബി ഗ്രാൻറ്റഡ്. അതായത് ഈ ലോക്കും കീയും കൊണ്ട് സറണ്ടർ ചെയ്യുന്ന സമയത്ത് അത് രണ്ടും വർക്ക് ചെയ്യുന്ന കണ്ടീഷൻ അല്ല എങ്കിൽ എത്ര റീഫണ്ടാണ് കിട്ടുന്നത്? ഒരു റീഫണ്ടും ഇല്ല എന്നാണ് ഉത്തരം. പിന്നെ if at any time during the period of rental the key of the lock is lost or damaged, it will be obligatory on the part of the renter to credit the cost of key only. അതായത് ഡ്യൂറിങ് ദ പീരീഡ് ടൈമിൽ കീ ഓഫ് ദ ലോക്ക് ഈസ് ലോസ്റ്റ് ഓർ ഡാമേജ്ഡ്, കീ നഷ്ടപ്പെട്ടു, ഇറ്റ് വിൽ ബി, അതങ്ങനെ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? റെൻഡറിന് ക്രെഡിറ്റ് ദ കോസ്റ്റ് ഓഫ് ദ കീ ഉള്ളി, ആ കീയുടെ പൈസ കൊടുക്കുക. പിന്നെ അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ഡെലിവേർഡ് ത്രൂ പോസ്റ്റ് ബോക്സ്. ഇതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്. പോസ്റ്റ് ബോക്സ് വഴി എന്തൊക്കെയാണ് ഡെലിവറി കൊടുക്കുന്നത്? ഓൺലി ഫുള്ളി പ്രീപെയ്ഡ് അൺരജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് ബിയറിംഗ് പോസ്റ്റ് ബോക്സ് നമ്പർ. ഇതാ കാണാൻ പഠിച്ച് വെച്ചാൽ അത്രയും നല്ലത്. അതായത് ഓൺലി ഫുള്ളി പ്രീപെയ്ഡ് അൺരജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് എന്നാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ എനി പേഴ്സൺ ഇൻക്ലൂഡിങ് എ ഫേം or other body who desire to avail himself on the facility of having his mail delivered through a post box should submit an application writing in the form prescribed for the purpose to postmaster. ഒന്നുമില്ല, അതായത് ഏതെങ്കിലും ആളോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ അവർക്കൊരു പോസ്റ്റ് ബോക്സ് ഏൺ ചെയ്യണമെങ്കിൽ, പോസ്റ്റ് ബോക്സ് റെൻ്റ് എടുക്കണമെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ആർക്കാണ് കൊടുക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം പോസ്റ്റ് മാസ്റ്റർ എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്കും നമ്മൾ 25 ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ബോക്സിനും പോസ്റ്റ് ബാഗിനും മുകളിൽ പറഞ്ഞു, അതാ ഡിസ്കസ് ചെയ്തു. ഇതിൽ നിന്ന് ഏകദേശം കുറച്ച് ഐഡിയ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് ഞാൻ ഇടുന്നുണ്ട്. എന്നാലും ഞാൻ ഇതിൻ്റെ തുടക്കത്തിലൊരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറഞ്ഞു പോയതേ ഉള്ളൂ. നമ്മൾ എക്സാം ബേസിൽ ഇത്ര അറിഞ്ഞിരുന്നാൽ മതിയോ? ഓക്കെ, ശരി.